Hi friends, welcome back to Shadi'sCorner. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയും 4 അച്ച് ശർക്കര ഉണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഒരു നാടൻ പലഹാരം തന്നെയാണ്. നമ്മുടെയൊക്കെ സ്വന്തം കലത്തപ്പമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ അരിപ്പൊടി വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു മിക്സി എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത ഒരു കപ്പ് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം. ഈ ടേബിൾ സ്പൂണിനാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതേ സ്പൂണിന് 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിയെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നൈസാവുന്നത് വരെ ഒന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായി വരണം. ഈ അരച്ചെടുത്ത ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. കൺസിസ്റ്റൻസി ഇത്രയാണ് വേണ്ടത്. കട്ടി ഉണ്ടാവരുത്, അധികം ലൂസാവാനും പാടില്ല. ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് 4 അച്ച് ശർക്കര, ഏകദേശം 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ശർക്കര മുഴുവനായിട്ട് ഉരുകി നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ ചൂടോട് കൂടി തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ലൂസ് വേണം ഇതിൻ്റെ ബാറ്റർ, എന്നാലേ നന്നായിട്ട് ശരിയായിട്ട് വരുള്ളൂ, ആരെടുത്ത് വരുള്ളൂ. ഇനി ഒരു കുക്കർ എടുത്ത് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്, 1/2 ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചിലർ ഇതിൽ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇവിടെ ആരും ഉള്ളിൻ്റെ ടേസ്റ്റും മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ചേർക്കുന്നില്ല. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടിൽ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ എണ്ണ തെളിഞ്ഞു വരുന്ന, ഇങ്ങനെ കാണുമ്പോഴാണ് കുക്കർ അടച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ വിസിൽ നമുക്ക് എടുത്ത് മാറ്റാം. വിസിൽ ആവശ്യമില്ല. നമുക്ക് തീ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ. സിമ്മിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കുക്കർ തുറന്ന് നോക്കാം.
ഇത് നന്നായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നന്നായി തണുത്തതിന് ശേഷം വേണം കുക്കറിൽ നിന്ന് മാറ്റാൻ. നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നന്നായി ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.